പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും 2 ദിവസം കഴിഞ്ഞ് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുക. എന്താണെന്നറിയാം? വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ. നോക്കൂ, ദൈവം തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്ത് കൊണ്ടെത്തിച്ചതിന് ശേഷം അല്ല വാഗ്ദത്തങ്ങൾ കൊടുത്തത്. അവർ മിസ്രൈമിലായിരിക്കുമ്പോൾ അവർക്ക് വാഗ്ദത്തങ്ങൾ കൊടുത്തു. പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്ത് അന്യജാതിക്കാർ അനേക ജാതികൾ സ്വായത്തമാക്കിയിരിക്കുന്ന സ്വന്തമാക്കിയിരിക്കുന്ന ദേശത്ത് അവരെ നീക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ദേശം തരും. ദൈവത്തിന് സ്തോത്രം. അത് വലിയൊരു വാഗ്ദത്തമാണ്. മിസ്രൈം ദേശത്ത് അവർക്ക് സ്വന്തമായി അർഹിക്കുവാൻ അവരൊരു പരദേശികളെ പോലെ അടിമകളായി പാർക്കുമ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തം. അങ്ങനെ ഓരോ ഭക്തന്മാരുടെയും അനുഭവങ്ങൾ നോക്കിയാൽ അബ്രഹാമിനെ നമുക്കൊന്ന് നോക്കാം. അബ്രഹാമിനെ പലസ്തീനിലേക്ക്, ഇസ്രായേലിലേക്ക്, ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ സിയോൻ മലയിലേക്കൊന്നും കൊണ്ടുവന്നിട്ടല്ല ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തത്. അവൻ മെസൊപ്പൊത്താമിയിൽ തൻ്റെ പിതാവിൻ്റെ ദേശത്ത്, താൻ ജനിച്ചു വളർന്ന ദേശത്ത്, തൻ്റെ സ്വദേശത്തിരിക്കുമ്പോൾ ദൈവം അവന് വാഗ്ദത്തം കൊടുത്തു. ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് നീ പോകാം. അവിടെ ഞാൻ നിനക്ക് ആ ദേശം നിനക്ക് സ്വന്തമായിട്ട് തരും. നിൻ്റെ സന്തതികൾക്ക് ഞാനതൊരു അവകാശമായി കൊടുക്കും. കടലിലെ മണൽത്തരി പോലെ നിൻ്റെ സന്തതികൾ പെരുകും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് എണ്ണിക്കൂടാതെ വണ്ണം അത് പെരുകും എന്നെല്ലാം ദൈവം മഹത്തായ വാഗ്ദത്തം അവിടെ ചെന്ന് കൊടുത്തതല്ല, ഇവിടെ വെച്ചേ ദൈവം കൊടുത്തിട്ട് അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ, അവൻ്റെ ആത്മാവിൽ അവൻ എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളതായ ഒരു നിശ്ചയം അവന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നമ്മുടെ യാത്രയിൽ നമ്മളൊരു വണ്ടി വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ നാം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ ബോംബെയിലേക്കൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നാം ചെന്നെത്തുന്ന ആ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ധാരണ, ഒരു പിക്ചർ കാണും. നാം ഇന്നടത്താണ് ചെല്ലുന്നത്, നമ്മൾ എവിടെ ചെന്ന് വണ്ടി നിർത്തുവാൻ പോകുന്നു, ആ സ്ഥാനത്തെക്കുറിച്ച് നമുക്കൊരു മനസ്സിലൊരു ധാരണയുണ്ട്. ആ ധാരണയിലാണ് നാം വാഹനം ഓടിക്കുന്നത്. അങ്ങനെ ധാരണ ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു നിശ്ചയം നമുക്കില്ല എങ്കിൽ നമ്മൾ പോകുന്ന വഴിയെല്ലാം എവിടെയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അനേക അപകടങ്ങൾ ഉണ്ടാക്കും. എന്നാൽ നാം ആ സ്ഥാനത്തെക്കുറിച്ച് എവിടെ ചെന്നെത്തുന്നു എന്നുള്ളതായ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ നാം അറിയാതെ നമ്മുടെ വണ്ടി നമ്മെ അനുസരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ കരുത്തിൽ നമുക്ക് തന്നെ അതിശയമാകും. നാം തിരിക്കാതെ തന്നെ വാഹനം തനിയെ തിരിയുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെയാണ് വിശ്വാസ ജീവിതവും. ചില വ്യക്തികളോട് ദൈവം സംസാരിക്കുവാൻ ദൈവം ചിലപ്പോൾ നേരിട്ട് സംസാരിച്ചെന്നിരിക്കത്തില്ല. നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ആ പുതുവർഷത്തിൽ അവകാശമാക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം പഴയ വർഷത്തിൽ വെച്ച് തന്നെ നിനക്ക് വാഗ്ദത്തം ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. എങ്കിൽ മാത്രമേ നിനക്ക് അവിടേക്ക് പ്രവേശിച്ച് നിനക്കതിനെ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ദാവീദിൻ്റെ അനുഭവത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് കടന്നു വരാം. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ദൈവം ദാവീദ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ കൂടെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നു. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. ദൈവം ചിലപ്പോൾ ചില വ്യക്തികളോട് നേരിട്ട് സംസാരിച്ചേക്കാം. ചില വ്യക്തികളോട് ദൈവം സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. ചിലരോട് ദൈവം ചില പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കും. ചിലപ്പോൾ ചില ഭക്തന്മാരിൽ കൂടെ സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളിൽ കൂടെ ദൈവം തൻ്റെ ആലോചന നമ്മോട് ചിലപ്പോൾ അറിയിക്കും. അതെല്ലാം ദൈവം തിരഞ്ഞെടുക്കുന്ന ചില വഴികളാണ്. എന്താണെന്നറിയാമോ? അതൊക്കെയും ദൈവത്താൽ സംഭവിക്കുന്നു എന്ന് നാം ഗ്രഹിച്ചറിയേണ്ടതിന്. ദാവീദിൻ്റെ അനുഭവം നോക്കുമ്പോൾ ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ ദൈവം വിളിച്ചു കൊണ്ടുവന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാക്കാം, കൊട്ടാരം തരാം, അത് തരാം, ഇത് തരാം, വാഴ്ച തരാം എന്നെല്ലാം അവന് വാഗ്ദത്തങ്ങൾ കൊടുത്തു. ദാവീദ് അത് വിശ്വസിച്ചു. ആടുകളെ വിട്ടു. അപ്പൻ്റെ ആടുകളെ നോക്കി നടക്കുന്ന ജോലിയിൽ നിന്ന് അവൻ നിവൃതനായി കൊട്ടാരത്തിലേക്ക് വന്നു. എന്നാൽ ശൗൽ അവന് ശത്രുവായി മാറി. ഇപ്പോൾ ആ ദാവീദ് പ്രാണരക്ഷാർത്ഥം മരുഭൂമിയിലും മലനിരകളിലും ഗുഹകളിലും അനേക കാടുകളിലും മേടുകളിലും വനാന്തരങ്ങളിലും ഒക്കെ അനാഥനെ പോലെ ഒരു നായ ഓടി നടക്കുന്നത് പോലെ ഓടി നടക്കുകയാണ്. കാരണം എന്താ പറയുക? ജീവനെ ഭയം. ഏത് സമയത്തും ശൗൽ കണ്ടാൽ അവനെ കൊന്നുകളയും.
ആ ഭയം ദാവീദിൽ അങ്ങ് ഭരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ശൗലിൻ്റെ കയ്യാൽ മരിക്കും 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 എന്നുള്ളതായ മരണത്തിൻ്റെ മൊഴികൾ ദാവീദിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയന്നിരിക്കയിൽ ഒരു ദിവസം അബീഗയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ കൂടെ ദാവീദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളിൽ കൂടെ അങ്ങനെ ഒരു ആലോചന ഉണ്ടാകുമെന്ന്. മരുഭൂമിയിൽ വെച്ച് ദൈവം അവളെ ചില സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദാവീദിനോടൊരാലോചന പറയുവാൻ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ വരുവാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി. ആ സാഹചര്യത്തെക്കുറിച്ചല്ല ഈ പകൽക്കാലം നമ്മോട് പറയുന്നത്. ദൈവത്തിൻ്റെ ആലോചന എങ്ങനെ ദാവീദിൽ പതിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 1 ശമൂവേൽ 25-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യം. അബീഗയിൽ എന്ന് പറയുന്നതായ സ്ത്രീ ദാവീദിനോട് പറയുകയാണ്, യജമാനന് സ്ഥിരമായ ഒരു ഭവനം ദൈവം പണിയും, യഹോവ പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. അത് ഭയങ്കര ഒരു ബലം ദാവീദിന് കൊടുത്തു. യെസ്, ഞാൻ ദൈവത്തിൻ്റെ യുദ്ധമില്ലയോ ചെയ്യുന്നതെന്നുള്ളതായ ഒരു നിശ്ചയം ദാവീദിൽ വർദ്ധിപ്പിച്ചു. അവന് ഭവനമില്ല, കൊട്ടാരത്തിൽ കയറുവാൻ അവൻ കഴിയില്ല, ഗുഹകളിൽ പാർക്കുന്നു, അനേക മരത്തണലിൽ ഉറങ്ങുന്നു, അനേക കാടുകളും കായ്ക്കനികളും പറിച്ചു തിന്നുകൊണ്ട് ജീവിതം ഇങ്ങനെ കഴിച്ചു പോവുകയാണ്. എന്ന് ഇതിനൊരവസാനം ഉണ്ടാകും എന്നറിയില്ല. ഓരോ ദിവസം തോറും പ്രാണൻ അവനെ ഭയപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അബീഗയിൽ വായി തുറന്ന് സംസാരിച്ച അടുത്ത വചനം ഒന്ന് കേൾക്കുക. 29-ാം വാക്യം. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കൾക്കത് തൊടുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം നമ്മുടെ പ്രാണനെക്കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശത്രുക്കൾ നമ്മളെ കൊല്ലുവാൻ, നമ്മളെ ഇല്ലാതാക്കുവാൻ, മുടിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുന്ന അനേക പദ്ധതികളുടെ മുൻപിൽ നാം ബലഹീനരായി കാണുന്നുണ്ടെങ്കിൽ, നമുക്കെന്ത് ഭവിക്കുമെന്നുള്ളതായ ഒരു നിശ്ചയം നമുക്കില്ല എങ്കിൽ, പ്രാണഭയത്താൽ നീ കുഴയുന്നുണ്ടെങ്കിൽ, ഒരു ഭവനമില്ലാതെ നീ കണ്ണുനീരൊഴുക്കുന്നവനെങ്കിൽ, ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടും ദൈവത്തോട് ഇത്രത്തോളം ഞാൻ ശുഷ്കാന്തിയുള്ളവനായിട്ടും ദൈവം എനിക്കൊരു ഭവനം തരുന്നില്ലല്ലോ എന്നുള്ളൊരു വേവലാതി നിനക്കുണ്ടെങ്കിൽ, നോക്കൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ ഭൂമിയിലും പരലോകത്തിലും ഉള്ളതായ വാഗ്ദത്തമായി ദൈവം ഇത് സാധാരണ ഒരു മനുഷ്യരിൽ കൂടെ നിൻ്റെ ചെവിയിലെത്തിക്കുകയാണ്. പലപ്പോഴും ദൈവം നിന്നോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ ആലോചന നിന്നെ കേൾപ്പിച്ചു, ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തി കാണിച്ചു. എങ്കിലും നിൻ്റെ ഹൃദയം എന്താണ് പറയുന്നതറിയാം? ദാവീദ് പറയുന്നത് എന്താണെന്നറിയാം? ഒരു ദിവസം ഞാൻ അവൻ്റെ കയ്യാൽ, ശൗലിൻ്റെ കയ്യാൽ കൊല ചെയ്യപ്പെടും. അത് തന്നെ ദാവീദിൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം ശൗൽ എന്നെ കൊല്ലും, ഒരു ദിവസം ശൗൽ എന്നെ കൊല്ലും. അവനോട് ദൈവത്തിൻ്റെ ആലോചന ഒരു സ്ത്രീയെ അയച്ച് അവനോട് പറയുകയാണ്, യജമാനനെ, മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിൻ്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവം കെട്ടിവെച്ചിരിക്കുന്ന ഒരു പ്രാണനെ, താൻ തിരഞ്ഞെടുത്ത, വിളിച്ച് വേർതിരിച്ച് വീണ്ടെടുത്ത ദൈവമക്കളുടെ പ്രാണനെ ദൈവം തൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള ആലോചന പുതുവർഷത്തിലല്ല, ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ആ പുതുവർഷത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങളെ ഇപ്പോൾ ഇവിടെ വെച്ച് നിനക്ക് വാഗ്ദത്തം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഭൗമികമായ ഭവനത്തിന് വേണ്ടി നീ നിലവിളിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ ദൈവം നിന്നോട് പറയുകയാണ്, ദൈവം നിനക്കൊരു ഭവനം പണിയും. അത് നീ പണിയുന്നതിനേക്കാൾ മെച്ചമുള്ളതായിരിക്കും. 2 കാര്യങ്ങളാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. 1 ഭൗമികമായ നന്മ, 2 ആത്മീകമായ പ്രത്യാശയുടെ ഭവനം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഭൗമികമായ ഭവനങ്ങളിൽ ദൈവം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം ദൈവം ചിലപ്പോൾ നമുക്ക് തന്നിരിക്കത്തില്ല. നമ്മൾ സ്വസ്ഥതയുള്ളവരായിരിക്കണമെന്നില്ല. എങ്കിലും നീ ചെയ്യുന്ന യുദ്ധം യഹോവയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണെങ്കിൽ, ദൈവം നിനക്കൊരു ഭവനം പണിയും. ഞാൻ നിനക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കാരണം ഈ ഭൂമിയിൽ നിനക്കൊരു സ്ഥലമില്ല, നിനക്കൊരു ഇടമില്ല.
നിന്നെ അംഗീകരിക്കുന്ന ഒരു സ്ഥാനമില്ല, നിന്നെ മാനിക്കുന്ന ഒരു സ്ഥാനമില്ല. അത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ആ സ്ഥലത്തെത്തുമ്പോൾ എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നീ അത് അംഗീകാരമുള്ള ഒരു വ്യക്തിയായി, അതിൻ്റെ ഉടയവനായി അത് പരിലസിക്കുന്നത് മറ്റുള്ളവർക്ക് ദൈവം കാണിച്ചു കൊടുക്കും. യഹോവ മാനിക്കുന്നവനെ എങ്ങനെയാണ് ദൈവം കരുതുന്നുള്ളത് ലോകം മനസ്സിലാക്കുവാൻ കർത്താവ് പറയുന്നു, ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് കഷ്ടം, അയ്യോ കഷ്ടം, നിങ്ങൾ ഒരു ദിവസം കരയും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങൾക്ക് ചിരിക്കുവാനും സന്തോഷിക്കുവാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അരുമനാഥൻ്റെ വാഗ്ദത്തം നാം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് വാഗ്ദത്തം പ്രാപിക്കാനോ അല്ലെങ്കിൽ നറുക്കെടുക്കുന്നത് പോലെ ഒരു വചനം നറുക്കെടുക്കുക അല്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. നാം പ്രതീക്ഷിക്കാത്ത വ്യക്തിത്വങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന വരികയാണ്. അബീഗയിലിനെ, ഒരു സാധാരണ സ്ത്രീയെ നമ്മുടെ മുൻപിൽ അയച്ചുകൊണ്ട് അവളിൽ നിന്ന് ഉച്ചരിച്ചതായ, ദാവീദിനോട് പറഞ്ഞതായ അതേ വാചകം അത് കടമെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നിതാ നമ്മുടെ ചെവിയിൽ എത്തിക്കുന്നു. എന്താണെന്നറിയാമോ? ഞാൻ നിനക്കൊരു ഭവനം പണിയും. നിന്റെ ഭവനത്തെക്കുറിച്ച് നീ വളരെയധികം കണ്ണുനീരൊഴുക്കി. നിനക്ക് പാർക്കുവാൻ ഇടമില്ലെന്നും സ്വസ്ഥതയോടെ ഉറങ്ങുവാൻ കഴിയില്ലെന്നും ദൈവത്തിനറിയാം. ഈ ഭൂമിയിലെ ഭൗമികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, അതിൽ കൂടെ ആത്മീകമായ ഒരു വീക്ഷണത്തിൽ കൂടെ നിൻ്റെ സ്വർഗീയ പാർപ്പിടത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം, അതിൽ കൂടെ ഒരു പ്രത്യാശ നിറഞ്ഞതായ ഒരു വാക്കാണ് അബിഗയിൽ സംസാരിക്കുന്നത്. യഹോവ പണിയുന്ന വീട്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൗമികമായ ഭവനത്തിന് തുല്യമായതായിരിക്കത്തില്ല ദൈവം പണിയുന്നത്. മേത്തരമായ ഒരു ഭവനം. ആ ഭവനത്തിന് അനേക വിശേഷതകളുണ്ട്. ആർക്കും ഉടച്ചു കളയുവാൻ കഴിയാത്തത്, ആർക്കും നിന്നെ അതിൽ നിന്ന് ഇറക്കി വിടുവാൻ കഴിയുകയില്ല. ഈ ഭൂമിയിലുള്ള ഭവനത്തിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ചെയ്തതെങ്കിൽ ആ ലോൺ കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു ദിവസം അത് ജപ്തി ചെയ്യും, നമ്മളെ അതിൽ നിന്ന് ഇറക്കി വിടും. എത്രയോ ഭവനക്കാർ ഒന്നുമില്ലാതെ തന്നെ ആ ഭവനത്തിൽ നിന്ന് ഒരു ബാധ്യതയും ഇല്ലെങ്കിൽ തന്നെ അനേകരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വെറും കൈയായി ഇറങ്ങിപ്പോകുന്നില്ലേ? എത്രയോ അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. നമുക്ക് സ്വന്തമായിട്ടുള്ള നാം പണിഞ്ഞ ഭവനത്തിൽ നമുക്ക് സ്വസ്ഥതയോടെ പാർക്കുവാൻ അവകാശമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഇറക്കി വിടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. എത്രയോ മാതാപിതാക്കളെ ആ വൃദ്ധസദനത്തിൽ ചെന്നാൽ അവരുടെ കണ്ണുനീരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു ഭവനം ഒരുക്കും. സ്തോത്രം. ആ ഭവനത്തിൽ നിന്ന് നിന്നെ ആർക്കും ഇറക്കി വിടുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുതുവർഷത്തിലേക്ക് കടന്ന് പ്രവേശിക്കുവാൻ ചില ദിവസങ്ങൾ മാത്രം ബാക്കി നമ്മുടെ മുൻപിലുള്ളപ്പോൾ ദൈവം തരുന്നതായ വാഗ്ദത്തമാണ്, ഞാൻ നിനക്കൊരു ഭവനം, അവകാശമായ ഭവനം. ആ ഭവനത്തോട് തത്തുല്യമായ ഒരു ഭവനം നിൻ്റെ കൺമുമ്പിൽ വേറെ എങ്ങും കാണുകയില്ല. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമെന്ന് ആ സിയോൻ നഗരത്തെക്കുറിച്ച് ദാവീദ് തൻ്റെ കൊട്ടാരം ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് താൻ കീർത്തിച്ച് പാടുന്ന പാട്ടൊന്ന് കേൾക്കൂ. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരം. വേറെ ഒരു രാജ്യത്തിനും ഒരു പർവ്വതത്തിനും അതിനോട് കിടപിടിക്കുവാൻ കഴിയില്ല. ദൈവം പണിയുന്ന ഭവനം അങ്ങനെയുള്ള ഭവനമാണ്. ദൈവം നമുക്ക് തരുമ്പോൾ സമൃദ്ധിയുടെ കവാടങ്ങൾ തുറക്കും. അതൊക്കെ തരുമെന്ന് പറയുന്നത് നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചിട്ടല്ല, ഇവിടെ വെച്ച് ദൈവം വാഗ്ദത്തം തരും. നിൻ്റെ ഉദ്ദേശമോ, നീ ചെയ്യുന്ന യുദ്ധം, നിൻ്റെ യാത്ര, നിൻ്റെ വിശ്വാസം, നിൻ്റെ പ്രത്യാശ, നീ ചെയ്യുന്നതായ വിശ്വാസത്യാഗങ്ങളായ അനേക കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി കഴിക്കുന്നതായ സഹിക്കുന്നതായ കഷ്ടങ്ങൾ, അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കണം. അതാണ് അബീഗയിൽ ചോദിക്കുന്നത്. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ അതുകൊണ്ട് ദോഷമുണ്ടാകുകയില്ല. നീ ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നുണ്ട്, പാടുകൾ സഹിക്കുന്നുണ്ട്, കർത്താവിൻ്റെ അരുളപ്പാടുകളെ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതുകൊണ്ട് നിനക്കൊരു ദോഷവും വരികയില്ല. ആരും നിൻ്റെ മുൻപിൽ നിൽക്കാതെ വണ്ണം യഹോവ നിനക്ക് കാവലായിരിക്കും. നിൻ്റെ പ്രാണനെ അവൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് ഒരുത്തർക്കും അത് തൊടുവാൻ കഴിയുകയില്ല. ഗോഡ് ബ്ലെസ് യു.